വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ദോസ് സ്യൂട്ടബിൾ ഫോർ ഗ്യാസസ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ ഗ്യാസിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ സെലക്ട് ചെയ്ത് എഴുതുക. രണ്ടാമത്തെ മലയാളം ക്വസ്റ്റ്യൻ നോക്ക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വാതകങ്ങൾക്ക് യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതുക. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതിൽ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിനെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ പോർഷൻ തന്നെ എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞ ഒരു 5-6 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ പോയിന്റുകൾ നമ്മൾ നല്ലോണം നല്ല വ്യക്തമായിട്ട് പഠിക്കാം. ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില പോയിന്റുകൾ ഉണ്ട്, അത് ഓർത്ത് വെക്കാം കേട്ടാ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. The molecules are in a state of rapid random motion in all direction. ആ വേർഡ് നോക്കാം, rapid random motion in all direction. എന്ന് വെച്ചാല് ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ തോന്നിയ പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ? ഗ്യാസ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. The force of attraction between molecule is very high. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം വളരെ കൂടുതലാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയല്ല, തെറ്റാണ് അല്ലെ? ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ there is no attraction എന്നാണ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ എന്തില്ല? ഒരാകർഷണവും ഇല്ല. വാതക തന്മാത്രകൾ തമ്മിൽ ഒരാകർഷണവും ഇല്ല. there is no attraction between gas molecules. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷനും ഇല്ല. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം. As the collision of molecules are perfectly elastic in nature. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേർഡാണ് എന്ത്? ഇലാസ്റ്റിക് ഇൻ നേച്ചർ. there is no loss of energy. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ ഇലാസ്തികമാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് നോർമലി ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യാൻ എന്താ ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഈ കൂട്ടിമുട്ടുന്നതിനാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് കൊളീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂട്ടിമുട്ടി കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നില്ല? എനർജിയിൽ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അത്തരം കൊളീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ എന്താണ്? ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ അവർക്ക് എനർജി നഷ്ടപ്പെടുന്നില്ല. കൊളീഷന് മുമ്പുള്ള എനർജിയും കൊളീഷന് ശേഷമുള്ള എനർജിയും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേർഡാണ് എന്ത്? ഇലാസ്റ്റിക് എന്നുള്ള വേർഡ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. The distance between the molecule is very less. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. ശരിയാണോ? അല്ല അല്ലെ? ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ആകെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കിയിട്ട് ആൻസർ എഴുതണം കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എക്സാമിൻ ദ ഡാറ്റ ഗിവൺ ഇൻ ദ ടേബിൾ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിലെ ഡാറ്റകൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഈ ക്വസ്റ്റ്യനിലെ കീവേഡ് ഇതാണ് എന്ത്? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. നമുക്ക് 3 വാതക നിയമമാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അതിൽ ഏത് ലോയിലാണ് ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണേ? ഏത് ലോയിലാണ്? ബോയിൽസ് ലോ അല്ലെ? അപ്പൊ ഈ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് ഏത് ലോയിനെ സംബന്ധിക്കുന്ന ടേബിൾ ആണ്? ബോയിൽസ് ലോനെ, ബോയിൽ നിയമത്തിനെ സംബന്ധിക്കുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ ബോയിൽസ് ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ? P × V = a കോൺസ്റ്റന്റ്. ബോയിൽ നിയമം അല്ലെങ്കിൽ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ പ്രഷറിന്റെ വാല്യൂ മാറി വരും, വോളിയത്തിന്റെ വാല്യൂ വ്യാപ്തം മാറി വരും. പക്ഷെ P × V ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. എന്താ പറഞ്ഞേ? ബോയിൽസ് ലോ ഒബേ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് എങ്കിൽ പ്രഷറിന്റെ വാല്യൂ മാറി വരും, വോളിയത്തിന്റെ വാല്യൂ മാറി വരും. പക്ഷെ P × V ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതാണ് എന്ത് പറയണത്? P × V = a കോൺസ്റ്റന്റ് എന്ന് പറയണത്. നോക്കിയേ, അപ്പോ ഇവിടെ ടേബിൾ വന്നിട്ടുണ്ട്. ടേബിളില് പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? P × V ചെയ്ത് നോക്കാം. P × V നമ്മൾ ചെയ്ത് നോക്കാണ് കേട്ടാ. നോക്കിയേ,
ആദ്യത്തെ കേസിൽ P2 ആണ്, V 12 ആണ്. P ഇൻറ്റു V ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. രണ്ടാമത് നോക്കിയേ, P4 ആണ്, V 6 ആണ്. P ഇൻറ്റു V ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും 24 കിട്ടും. അടുത്ത കേസ് നോക്കാം, P8 ആണ്, V 3 ആണ്. P ഇൻറ്റു V ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. കണ്ടോ? അപ്പൊ ഇത് ബോയിൽസ് ലോ ഒബേ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കാം. What will be the volume of this gas at 1 atm pressure? മർദ്ദം 1 atm ആകുമ്പോഴുള്ള വ്യാപ്തം കണക്കാക്കുക. ഓക്കെ, അപ്പൊ എന്താ തന്നിട്ടുള്ളത്? പ്രഷറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ? പ്രഷറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പ്രഷർ P ഈക്വൽ ടു എത്രയാണ്? 1 atm ആണ്. പ്രഷർ 1 atm ആകുമ്പോഴുള്ള വോളിയം ആണ് അല്ലെങ്കിൽ വ്യാപ്തമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V നമ്മൾ എഴുതി, V നമുക്ക് അറിഞ്ഞൂടാ, V നമുക്ക് കണ്ടുപിടിക്കണം. നോക്കി, നമുക്കറിയാം അല്ലെ, P ഇൻറ്റു V ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. ഈ P ഇൻറ്റു V ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണ്ടേ? P ഇൻറ്റു V ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഇവിടെ P ഇൻറ്റു V ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? നേരത്തെ കിട്ടിയ വാല്യൂ ആയ 24 തന്നെ കിട്ടണം. ഓക്കെ, നേരത്തെ കിട്ടിയ വാല്യൂ ആയിട്ടുള്ള 24 തന്നെ കിട്ടണം. അതില് പ്രഷറിന്റെ വാല്യൂ എത്ര atm ആണ് തന്നിട്ടുണ്ട്? 1 atm ആണ് തന്നിട്ടുണ്ട് അല്ലെ? പ്രഷറിന്റെ വാല്യൂ 1 atm ആണ് തന്നിട്ടുണ്ട്. വോളിയത്തിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ 1 ഇൻറ്റു V, വിക്ക് പകരം വോളിയത്തിന്റെ പകരം നമുക്ക് V തന്നെ എഴുതാം. ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 24 കിട്ടണം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? V അല്ലേ കണ്ടുപിടിക്കേണ്ടേ? Vനെ അവിടെ നിർത്താം. ഇൻറ്റു 1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ബൈ 1 ആവും. അപ്പൊ 24/1. 24/1 എന്ന് വെച്ചാൽ എത്രയാണ്? 24 ആണ് അല്ലെ? അപ്പോ പ്രഷർ 1 atm ആകുമ്പോഴുള്ള വോളിയം ആണ് 24. 24 ലിറ്റർ എന്ന് എഴുതാം കേട്ടോ. വോളിയത്തിന്റെ യൂണിറ്റ് ലിറ്റർ എന്ന് എഴുതാം. ആൻസർ ആയി. വളരെ സിമ്പിൾ ആണ്, നല്ലോണം വായിച്ചു നോക്കിയാൽ മാത്രം മതി. അടുത്ത നോക്കിയേ, which gas law is related to this? ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? which gas law ഏത് നിയമമാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് ആ നിയമത്തിന്റെ പേര് മാത്രം എഴുതാം. ഏതാണ്? ബോയിൽസ് ലോ. ബോയിൽ നിയമം കേട്ടാ. ബോയിൽസ് ലോ. ബോയിൽ നിയമം. സ്റ്റേറ്റ് ദ ലോ എന്ന് പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം, അല്ലെങ്കിൽ ആ ലോയുടെ പേര് മാത്രം എഴുതിയാൽ മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what happens to the size of air bubble rising from the bottom of an aquarium? ഒരു അക്വേറിയത്തിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന എയർ ബബിൾസിന്റെ സൈസിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അതായത് ഒരു അക്വേറിയത്തിന്റെ താഴെയുള്ള ഗ്യാസ് ബബിൾസിന്റെ സൈസ് വളരെ കുറവായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും ഈ ബബിൾസിന്റെ സൈസ് കൂടി വരും അല്ലെ? മുകളിലേക്ക് പോകുന്തോറും സൈസ് കൂടി വരും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് താഴെ പ്രഷർ വളരെ കൂടുതലാണ്. താഴെ എന്ത് കൂടുതലാണ്? പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് സംഭവിക്കും? വോളിയം കുറയും. മുകളിലേക്ക് പോകുന്തോറും പ്രഷർ കുറയും, അപ്പൊ വോളിയം കൂടും. ഒന്നുകൂടെ പറയണോ? അക്വേറിയത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദ്രത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിന്റെ താഴെ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. മുകളിലോട്ട് വരും തോറും പ്രഷർ കുറയും, അപ്പൊ വോളിയം കൂടും. ഓക്കെ ആണല്ലോ? ഇനി which gas law is associated with this phenomenon? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസ് ലോയുടെ പേര് എന്ത്? നിങ്ങൾ നോക്കിയേ, ഇവിടെ ആരൊക്കെ തമ്മിലുള്ള ബന്ധം നോക്കണേ? പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, പാവം ബോയിൽ. പിയും വിയും തമ്മിലുള്ള ബന്ധം പറയുന്ന ലോ ആണ് എന്ത്? ബോയിൽ നിയമം അല്ലെങ്കിൽ ബോയിൽസ് ലോ. അപ്പൊ ഇവിടെ പറയുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ ആണ് കേട്ടോ. ഏത് ലോ ആണ്? ബോയിൽസ് ലോ ആണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി ബോയിൽസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സ്റ്റേറ്റ് ദിസ് ലോ. സ്റ്റേറ്റ് ദിസ് ലോ എന്ന് വെച്ചാൽ ഈ നിയമം പ്രസ്താവിക്കുക. ആ ലോ അങ്ങനെ തന്നെ എഴുതി വെക്കുക. എന്താ ലോ പറയണേ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണോ? അല്ല, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഓക്കെ, അപ്പൊ ലോയുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എഴുതി വെക്കുക. അത് പഠിക്കണം കേട്ടോ. 3 ലോയുടെയും സ്റ്റേറ്റ്മെന്റ് അടക്കം പഠിച്ചു വെക്കുക, അതിന്റെ ആപ്ലിക്കേഷൻസും പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ ഒരു ടേബിൾ വന്നിട്ടുണ്ട് അല്ലേ? ദ ഡാറ്റ ഒബ്റ്റെയിൻഡ് ഫ്രം ആൻ എക്സ്പെരിമെന്റ് വിച്ച് പ്രൂവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ.
ഓക്കെ, ഒരു ഗ്യാസിന്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യന്റെ കീവേഡ് ആണ് എന്ത്? ആരൊക്കെ തമ്മിലുള്ള ബന്ധം? വോളിയം ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ പറയുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, വിയും ടിയും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം പറയുന്ന ഗ്യാസ് ലോ ആണ് എന്ത്? നമ്മുടെ ചാൾസ് ലോ. വീട്ടിലെ ചാൾസ്, ആ വേർഡ് ആലോചിച്ച് വെക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ വിയും ടിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ തന്നെ ആലോചിക്കുക, എന്താ? ചാൾസ് ലോ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ തന്നെ ആലോചിക്കുക, വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ചാൾസ് ലോ അനുസരിച്ച് വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അതായത് വിയുടെ വാല്യൂ മാറി മാറി വരും, ടിയുടെ വാല്യൂ മാറി മാറി വരും, പക്ഷെ വി ബൈ ടി ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കിയേ, ടേബിൾ നോക്കിയേ. ആദ്യത്തേല് വോളിയം തന്നിട്ടുണ്ട് അല്ലെ, വോളിയം 500 ലിറ്റർ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 100 ആണ്, 100 കെൽവിൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ വി ബൈ ടി ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ വി ബൈ ടി ചെയ്യുമ്പോ എത്ര കിട്ടാ? വി ബൈ ടി അതായത് 500/100. 500/100 ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടാ? 5 ആണ് കിട്ടാ, 5 ആണ് കിട്ടാ. ഓക്കെ, അപ്പൊ വി ബൈ ടി എത്രയാണ്? 500 ആണ്. സോറി, വി ബൈ ടി എത്രയാണ്? 5 ആണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ മുഴുവനും വി ബൈ ടി എത്ര തന്നെ കിട്ടണം? 5 തന്നെ കിട്ടണം. കാരണം ഇത് ചാൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. സോ വി ബൈ ടി വിൽ ബി എ കോൺസ്റ്റന്റ്. വി ബൈ ടി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നോക്കാം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം. ആദ്യത്തെ കേസില് വോളിയം എത്രയാണ് തന്നിട്ടുണ്ട്? വോളിയം വി എത്ര തന്നിട്ടുണ്ട്? 1000 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. വി എത്രയാണ്? 1000 ലിറ്റേഴ്സ് ആണ്. ഇനി കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ എത്രയും തന്നിട്ടില്ല, പകരം എന്താ എഴുതിയേക്കണേ? എക്സ് എന്ന് എഴുതിയേക്കണേ. അപ്പൊ നമുക്കും എക്സ് എന്ന് തന്നെ എഴുതാം. ഇനി നമുക്ക് വി ബൈ ടി കണ്ടുപിടിക്കാം അല്ലെ. വി ബൈ ടി എത്ര കിട്ടണം നമുക്ക്? ആദ്യം കിട്ടിയത് 5 ആണ്. സോ എക്സ്പെരിമെന്റിൽ മൊത്തം വി ബൈ ടി ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടുള്ളൂ? 5 തന്നെ കിട്ടുള്ളൂ. ഇനി വിയുടെ വാല്യൂ എത്രയാണ്? 1000 ആണ്. വിക്ക് പകരം നമുക്ക് 1000 ഇട്ട് കൊടുക്കാം. ടിയുടെ വാല്യൂ നമ്മൾ എക്സ് എന്നാണ് എടുത്തേക്കണേ. സോ എക്സ് എന്ന് തന്നെ എഴുതാം. വി ബൈ ടി ചെയ്യുമ്പോൾ 5 കിട്ടണം അല്ലെ, 5 കിട്ടണം. എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, ഈ 5നെ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ എന്തോന്ന്? അപ്പൊ 1000 ഇവിടേക്ക് നീക്കി എഴുതാണേ. 1000/5. 1000/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാ? 200 ആണ് കിട്ടാ അല്ലെ, 200 ആണ് കിട്ടാ. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 200 കെൽവിൻ. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത് നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. മാച്ചളയാണ്. ഓക്കെ, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, വോളിയത്തിന് പകരമാണ് നമ്മൾ എന്തെന്ന് എടുത്തേക്കണേ? വൈ എന്ന് എടുത്തേക്കണേ കേട്ടോ. വൈ ആണ് വോളിയം. എത്രയാണ്? വൈ. ഇനി ടെമ്പറേച്ചർ എത്ര തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ 300 കെൽവിൻ ആണെന്ന് തന്നിട്ടുണ്ട്. സോ വി ബൈ ടി ചെയ്യാൻ പോവാണ്. വി ബൈ ടി ചെയ്യാൻ പോവാണ്. അക്കോർഡിംഗ് ടു ചാൾസ് ലോ, ചാൾസ് നിയമം അനുസരിച്ച് വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആണ്. സോ വി ബൈ ടിയുടെ വാല്യൂ എത്ര തന്നെ കിട്ടണ്ടേ? 5 തന്നെയാണ് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എഴുതി. ഓക്കെ, ഇനി വിക്ക് പകരം ഇവിടെ വിക്ക് പകരം വൈ എന്നാണ്. സോ നമ്മൾ വൈ എന്ന് എഴുതാം. ടിക്ക് പകരം 300 കെൽവിൻ എന്ന് എഴുതാം. ഈക്വൽ ടു എത്ര കിട്ടണം? 5 കിട്ടണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു? വീനെ അവിടെ നിർത്താണ്. വീനെ അവിടെ നിർത്തി ഈ 300നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ബൈ 300 ആണ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവും? ഇൻറ്റു 300 ആവും. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാ വരാ? y ഈക്വൽ ടു 5 ഇൻറ്റു 300. എത്ര കിട്ടിയേ? 1500. അപ്പൊ നമ്മള് എക്സിന്റെ വാല്യൂം വൈയുടെ വാല്യൂം കണ്ടുപിടിച്ചു. വളരെ എളുപ്പമാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കും കേട്ടോ. ഓക്കെ, നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the relation between volume and temperature of a gas? ഒരു ഗ്യാസിന്റെ ആരൊക്കെ തമ്മിലുള്ള ബന്ധാണ്? വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള ബന്ധാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ബന്ധാണുള്ളത്? എന്ത് ബന്ധം, റിലേഷൻ ചോദിച്ചാല് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നേരനുപാതത്തിലാണോ അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണോ എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോ വോളിയം കുറയും. ഓക്കെ, അപ്പോ താപനിലയും വ്യാപ്തവും നേരനുപാതത്തിലാണ്. ഓക്കെ, അത് എഴുതി.
വിച്ച് ഗ്യാസ് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്? ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമത്തിന്റെ പേരെന്താ? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ്? ചാൾസ് ലോ. പേരെ ചോദിച്ചിട്ടുള്ളൂ, അപ്പൊ പേര് എഴുതിയാൽ മതി. സ്റ്റേറ്റ് ദ ലോ എന്ന് പറഞ്ഞാൽ മാത്രം ആ ലോ അങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. വായിക്കാം. ഓക്കെ, നല്ലോണം വായിച്ചു നോക്കുക, തന്നിട്ടുള്ള സാധനങ്ങൾ എഴുതി വെക്കുക. പിന്നെ ടീച്ചർ ഒരു കുറച്ച് ഇക്വേഷൻസ് എഴുതുന്നുണ്ട്. ആ ഇക്വേഷൻസ് നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ പോവാട്ടാ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക. 1 mole of any gas at STP has a volume 22.4 ലിറ്റർ. STP യിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും ഒരു മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ട്. ഓക്കെ, 1 mole ആണോ? STP യിലുള്ള വ്യാപ്തം എത്ര തന്നെ ആയിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. 1 mole ഉള്ള ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അതിന്റെ STP യിലുള്ള വ്യാപ്തം 22.4 ലിറ്റർ ആണ്. ഓർത്തു വെക്കുക, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി. How many moles are present in 112 liter SO2 gas at STP? STP യിൽ സ്ഥിതി ചെയ്യുന്ന 112 ലിറ്റർ SO2 വാതകം എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കുക. അതായത് എന്താ കണ്ടുപിടിക്കേണ്ടേ? നമ്പർ ഓഫ് മോൾസ് അല്ലെ? എത്ര മോൾ ആണെന്ന് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു 3 ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ തന്നിട്ടുള്ള സാധനം ഏതാണോ അതനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടത്. തന്നിട്ടുള്ളത് എന്താണ്? വോളിയം ആണ് തന്നിട്ടുള്ളത് അല്ലെ? ലിറ്റർ. ഹൗ മെനി മോൾസ് ആർ പ്രസന്റ് ഇൻ 112 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലിറ്റർ എന്ന് പറയുന്നത് എന്താ? വോളിയം ആണ്. അപ്പൊ ലിറ്ററിലുള്ള വോളിയം തന്നിട്ട്, STP യിലുള്ള ലിറ്ററിലുള്ള വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരേ ഒരു ഇക്വേഷൻ ആണുള്ളത്. എന്താണത്? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഗിവൺ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിന്റെ വോളിയം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 112 ലിറ്റർ. അപ്പൊ ഗിവൺ വോളിയം എത്രയാണ്? 112 ലിറ്റർ ആണ്. ഓക്കെ, ബൈ 22.4 ലിറ്റർ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലെ? ആ പോയിന്റ് കളയാനായിട്ട് ഇവിടെ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. താഴെ ഇൻറ്റു ചെയ്യുമ്പോൾ മുകളിലും ഇൻറ്റു ചെയ്യണം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 1120 ഡിവൈഡഡ് ബൈ 224. ഡിവൈഡ് ചെയ്യാൻ അറിയുന്നവര് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? താഴെയുള്ള നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലും മുകളിലുള്ള നമ്പർ ഇട്ട് നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് ആൻസർ വരുന്നത് 5 മോൾ ആണ് കേട്ടോ. നമ്മുടെ ആൻസർ എത്രയാണ്? 5 മോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. എളുപ്പമാണ് കേട്ടോ. ഒരു 3 ഇക്വേഷൻ പഠിക്കാനുണ്ട്. തന്നിട്ടുള്ളത് വെച്ചിട്ട് ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അടുത്ത നോക്കാം. How many molecules are present in this much amount of SO2? ഈ SO2-ല് എത്ര SO2-ന്റെ തന്മാത്രകൾ ഉണ്ട്? നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. തന്മാത്രകളുടെ എണ്ണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് into Avogadro number. Number of molecules, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? എത്രയാണ്? 5 ഇൻറ്റു എന്താണ് അവഗാഡ്രോ നമ്പർ? അത് പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് അവഗാഡ്രോ നമ്പർ? 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയും മോളിക്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calculate the mass of 112 liter of ammonia gas at STP. Okay, ammonia ഗ്യാസിന്റെ 112 ലിറ്റർ ഉള്ള അമോണിയ ഗ്യാസിന്റെ എന്ത് കാണണം? മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. മാസ് കാണണം. മാസ് കാണാനായിട്ട് ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. മാസ് ഈക്വൽ ടു, മാസ് ആണുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഇൻറ്റു മോളിക്യൂളിന്റെ ഗ്യാസ് അല്ലേ,
അമോണിയ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. മോളിക്യൂളിന്റെ മാസാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1 GMM. 1 GMM. 1 GMM എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാം മോളിക്കുലാർ മാസ്. ഓക്കെ, അമോണിയയുടെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിന്റെ കൂടെ G എന്നിട്ടാൽ എന്തായി? 1 GMM ആയി. ഓക്കെ, മനസ്സിലായോ? ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മോളിക്യൂൾ എടുത്താൽ അത് ഒരു GMM തുല്യമാണ്. ഇവിടെ അമോണിയയുടെ മോളിക്കുലാർ മാസ് 17 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 17 ഗ്രാം അമോണിയ എടുത്താൽ അത് ഒരു GMM തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ 1 GMM ഈക്വൽ ടു നമുക്ക് കിട്ടി 1 GMM ഈക്വൽ ടു എത്രയാണ്? 17 ഗ്രാം ആണ് വരാം. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കാണാൻ പോവാണ്. നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഒരു 2-3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അതനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ലിറ്റർ. കണ്ട, ലിറ്ററിലുള്ള വോളിയം ആണ് തന്നിട്ടുള്ളത്. ലിറ്ററിലുള്ള വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാല് എങ്ങനെ ചെയ്യാ? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ഓക്കെ, അപ്പൊ ഗിവൺ വോളിയം എത്രയാണ്? 112 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ഇൻറ്റു 10. മുകളിലും താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്തിനു വേണ്ടി? ആ പോയിന്റ് 22.4ന്റെ പോയിന്റ് കളയാൻ വേണ്ടി താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. താഴെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നോ അതേ നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും ഇൻറ്റു ചെയ്യണം, വാല്യൂല് വ്യത്യാസം വരാണ്ടിരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1120 ബൈ 224. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 മോളെന്ന് കിട്ടും അല്ലെ? ഓക്കെ, ഇനി നമുക്ക് മാസ് കാണാം. കണ്ടൂടെ? മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 5. 5 ഇൻറ്റു 17. 17 ഇൻറ്റു 5 85 ഗ്രാം. ഓക്കെ, അപ്പൊ 85 ഗ്രാം ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ മോളിക്യൂൾ ആയതുകൊണ്ട് നമ്മൾ 1 GMM കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി നമ്മളുടെ ആറ്റത്തിന്റെ മാസ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1 GAM ചെയ്യും. ഇക്വേഷൻസ് നല്ലോണം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. പിന്നെയും പറയാണ്, വെറുതെ വീഡിയോ കണ്ടുപോവാണ്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാലേ നമുക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വോളിയം ഓഫ് 1 GMM ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 GMM ഉള്ള ഏതൊരു വാതകത്തിന്റെയും വ്യാപ്തം എത്ര ആയിരിക്കും? 1 GMM ആണോ അല്ലെങ്കിൽ 1 മോൾ ആണോ? അതിന്റെ STPയിലുള്ള വ്യാപ്തം എത്ര തന്നെയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, തെളിയുന്നില്ല, താഴേക്ക് എഴുതാട്ടോ. 22.4 ലിറ്റർ. പുറത്ത് വെക്ക 1 GMM ഉള്ള അതേപോലെ 1 മോൾ ഉള്ള ഏതൊരു വസ്തുവിന്റെയും STPയിലുള്ള വ്യാപ്തം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഓർത്ത് വെച്ചോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The number of molecules in a given sample of ammonia is 2 into 6.022 into 10 raised to 23. തന്നിരിക്കുന്ന അമോണിയ സാമ്പിളിൽ 2 into 6.022 into 10 raised to 23 തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇതിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണം എത്ര? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലുള്ള മോൾസ്, ഇതിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എന്താ തന്നിട്ടുള്ളത്? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് തന്നിട്ടുള്ളത്. മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതെന്താണ് അത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു തന്മാത്രകളുടെ എണ്ണം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലെ?
ഇങ്ങനെയാണ് നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. എന്താ നമ്പർ ഓഫ് മോളിക്യൂൾസ്? 2 into 6.022 into 10⁻23. ഇത്രയും മോളിക്യൂൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ 6.022 into 10⁻23 എന്താ? അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ എണ്ണയാണ് അല്ലേ? അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും? ഈ 2 എന്ന് പറഞ്ഞ നമ്പർ എന്തായിരിക്കും? ഈ 2 എന്ന് പറഞ്ഞ നമ്പർ ആണ് നമ്മുടെ നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആദ്യം തന്നെ നമുക്ക് കിട്ടി. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2 മോളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദി സാമ്പിൾ? ഈ സാമ്പിളിന്റെ മാസ് എത്ര? മാസ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ മാസ് എന്ന് പറഞ്ഞാൽ മാസ് കണ്ടുപിടിക്കണം. മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അമോണിയ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആണ്, ഒരു തന്മാത്രയാണ് അല്ലെ? അപ്പൊ നമ്പർ ഓഫ് മോൾസിന് 1 GMM കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതും എഴുതി വെക്കാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. നമുക്ക് 1 GMM ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രാം മോളിക്കുലാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അമോണിയയുടെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിന്റെ കൂടെ G എന്ന് എഴുതിയാൽ എത്രയായി? 1 GMM ആയി. ഓക്കെ, ഇവിടെ അമോണിയയുടെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. പകരം നൈട്രജന്റെയും ഹൈഡ്രജന്റെയും അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. അറ്റോമിക് മാസ് തന്നിട്ട് മോളിക്കുലാർ മാസ് അപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആ മോളിക്യൂളിന്റെ പേര് എഴുതി വെക്കാം. മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം നമ്മൾ എഴുതി വെക്കുകയാണ്. എന്താണ്? NH3. ഇതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. നൈട്രജന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 14. ഒരു നൈട്രജന്റെ ആറ്റോമിക് മാസ് 14 ആണ്. ഇൻറ്റു നമ്മുടെ എത്ര നൈട്രജൻ ഉണ്ട്? ഒരു നൈട്രജൻ ആണുള്ളത്. അപ്പൊ 14 ഇൻറ്റു 1 പ്ലസ് ഒരു ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് 1 ആണ്. നമ്മുടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 1 ഇൻറ്റു 3. അപ്പൊ കിട്ടിയോ? എങ്ങനെ ചെയ്യണ്ടേ? ആദ്യത്തെ ആറ്റത്തിന്റെ ആറ്റോമിക മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം പ്ലസ് അടുത്ത ആറ്റത്തിന്റെ ആറ്റോമിക മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം, രണ്ടും കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. 14 ഇൻറ്റു 1 14, 1 ഇൻറ്റു 3 14 പ്ലസ് 3 എത്രയാണ്? 17 ആണ്. അപ്പൊ 17 മോളിക്കുലാർ മാസ് 17 ആണ്. മോളിക്കുലാർ മാസ് എത്രയാണോ അതിന്റെ കൂടെ G എന്ന് ചേർത്താൽ എത്രയായി? 1 GMM ആയി. ഓർത്ത് വെക്കാട്ടാ, ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മോളിക്യൂൾ എടുത്താല് അതൊരു GMM-ന് തുല്യമാണ്. ഓക്കെ, ഇവിടെ 1 GMM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ഗ്രാം ആണ്. ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കാലോ. മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 2 ഇൻറ്റു 14. ഓക്കെ, സോറി 14 അല്ല 17 കേട്ടാ, തെറ്റിപ്പോയേ. ഓക്കെ, അമോണിയയുടെ മോളിക്കുലാർ മാസ്, അമോണിയയുടെ മോളിക്കുലാർ 1 GMM എന്ന് പറയുന്നത് എത്രയാണ്? 17 ഗ്രാം ആണ്. ഓക്കെ, മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1 GMM. നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 2 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 GMM എന്ന് പറഞ്ഞാൽ 17 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു 17 എത്ര കിട്ടാ? 34 ഗ്രാം. ഓക്കെ, 34 ഗ്രാം ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many GMM is present in 90 gram of water? 90 ഗ്രാം ജലത്തില് എത്ര GMM അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എത്ര GMM ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. How many GMM is present in 90 gram water? അതായത് നമ്പർ ഓഫ് GMM ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് GMM, നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ആണ് കണ്ടുപിടിക്കണ്ടേ. നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? given mass by
1 GMM. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ് എത്രയാണ്? 90 ഗ്രാം. തന്നിട്ടുള്ള മാസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളിന്റെ മാസ് ആയിരിക്കും കേട്ടോ. അപ്പൊ 90 ഗ്രാം ഡിവൈഡഡ് ബൈ 1 GMM എത്രയാണ്? നോക്കിയടാ, അമോണിയയുടെ മോളിക്കുലാർ മാസ് 18 ആണ്. അമോണിയയുടെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 ആണ്. ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മോളിക്യൂൾ എടുത്താൽ അത് ഒരു GMM തുല്യമായിരിക്കും. അപ്പൊ ഒരു GMM വാട്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 18 ഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പൊ 90 ബൈ 18 എത്ര കിട്ടാ? ഡിവൈഡ് ചെയ്യാൻ അറിയുന്നവർ ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യണം? താഴെയുള്ള നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മുകളിലുള്ള നമ്പർ ഇട്ടും നോക്കാം. നോക്കി, 18 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 840 0 ആക്കി 1. ഓക്കെ, 90 ആണ് കിട്ടണത് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 5 ആണ്. 5ന്റെ കൂടെ ഒന്നും കൂടി ഇടണം, GMM എന്നും കൂടി ഇടണം. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ അറിയുന്നവർ ഡിവൈഡ് ചെയ്ത് തന്നെ വെച്ചോളണം. ഇനി ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ കുറച്ചും കൂടെ എളുപ്പം എന്താ? താഴെയുള്ള നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മുകളിലുള്ള നമ്പർ കിട്ടും നോക്കാം. അതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ 5 GMM ആണ് ഉള്ളത്. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള സാമ്പിളില് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള സാമ്പിളില് 5 GMM വാട്ടർ ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the number of molecules present in it. ഇവിടെയുള്ള മോളിക്യൂൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസ്. അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. 90 ഗ്രാം വാട്ടറിൽ എത്ര GMM ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് GMM into അവഗാഡ്രോ നമ്പർ. GMMന്റെ എണ്ണം, ഗ്രാം മോളിക്കുലാർ മാസിന്റെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് GMM എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 5 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻20. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നോക്കാം. When an inflated balloon is immersed in water, its size decreases. ഈ ഊതി വീർപ്പിച്ച ബലൂൺ ജലത്തിലേക്ക് താഴ്ത്തിയപ്പോ അതിന്റെ വലിപ്പം കുറയുന്നു. Which law is associated with this situation? നമ്മൾ ബലൂൺ വീർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോ ആ ബലൂണിനെ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കിയപ്പോ അതിന്റെ വലിപ്പം കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിന്റെ വോള്യം അല്ലെങ്കിൽ വ്യാപ്തം കുറഞ്ഞു. എന്തുകൊണ്ടാ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വെള്ളത്തിനടിയിൽ പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുമ്പോ വോള്യം കുറയും. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള ബന്ധം പറയണേ? പ്രഷറും വോള്യവും അല്ലെ, മർദ്ദവും വ്യാപ്തവും തമ്മിൽ ഉള്ള ബന്ധം പറയുന്ന ലോ ആണ് എന്ത്? നമ്മുടെ ബോയിൽസ് ലോ. അപ്പൊ ഇവിടെ പറയുന്നത് ബോയിൽസ് ലോനെ കുറിച്ചാണ്. ഈ സിറ്റുവേഷനിൽ പറയുന്നത് ബോയിൽസ് ലോനെ കുറിച്ചാണ്. സ്റ്റേറ്റ് ദ ലോ എന്ന് പറഞ്ഞാൽ ആ ലോയുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് എഴുതി വെക്കാം. ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Atomic mass of nitrogen is 14. നൈട്രജന്റെ ആറ്റോമിക മാസ് 14 ആണ്. And atomic mass of oxygen is 16. ഓക്സിജന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 16 ആണ്. What is the GMM of NO2? അതായത് NO2ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിക്കണം. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ലടാ, മോളിക്കുലാർ മാസിന്റെ കൂടെ G എന്ന് ചേർത്താൽ എന്തായി? ഗ്രാം മോളിക്കുലാർ മാസ് ആയി. അപ്പൊ നമ്മള് NO2ന്റെ മോളിക്കുലാർ മാസ് ആണ് ആദ്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഏത് മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം എഴുതി വെക്കുക. ഏത് മോളിക്യൂളാണ്? NO2. അത് നമ്മൾ ആദ്യമേ തന്നെ എഴുതി. ഓക്കെ, അപ്പൊ NO2ന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ആറ്റോമിക മാസുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, നൈട്രജന്റെ ആറ്റോമിക മാസ് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 14 ആണ്. അപ്പൊ നമ്മൾ ആദ്യം നൈട്രജന്റെ ആറ്റോമിക മാസ് എഴുതി 14 ഇൻറ്റു ഇവിടെ ഈ മോളിക്യൂളിൽ എത്ര നൈട്രജൻ ആണുള്ളത്? ഒരെണ്ണം അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്ത് വന്നു? 14 ഇൻറ്റു 1 എന്ന് എഴുതാ പ്ലസ് അടുത്ത ആറ്റം ആരാണ്? ഓക്സിജൻ ആണ് അല്ലെ. ഒരു ഓക്സിജന്റെ ആറ്റോമിക മാസ് എത്രയാണ്? 16 ആണ്. ഇൻറ്റു ഈ മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വരും? 16 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, മോളിക്യൂളിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം നമ്മൾ എഴുതി. ആദ്യത്തെ ആളുടെ ആറ്റോമിക മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് പ്ലസ്
അടുത്ത ആളുടെ ആറ്റോമിക മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ്, രണ്ടും കൂടെ കൂട്ടാം. 14 ഇൻറ്റു 1 14, 16 ഇൻറ്റു 2 32, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? NO2ന്റെ മോളിക്കുലാർ മാസ് കിട്ടും. ഓക്കെ, അപ്പൊ 46. അപ്പൊ നമ്മുടെ NO2ന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 46 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെ, GMM ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. മോളിക്കുലാർ മാസിന്റെ കൂടെ G എന്നും ചേർത്താൽ എന്തായി? ഗ്രാം മോളിക്കുലാർ മാസ് ആയി അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 46 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ NO2ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് എത്ര? 46 ഗ്രാം. ഇനി find the mass of 44.8 liter of NO2 kept at STP. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? മാസ് കാണണം അല്ലെ. എന്തിന്റെ മാസാണ് കാണണ്ടേ? 44.8 ലിറ്റർ ഉള്ള STPയിലുള്ള ആരുടെ? NO2ന്റെ മാസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് മാറ്റിയാണേ. STPയിലുള്ള 44.8 ലിറ്റർ ഉള്ള NO2ന്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NO2 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1 GMM ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. ഓക്കെ, അതിൽ 1 GMM എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ തന്നിട്ടുള്ളത് ലിറ്ററിലുള്ള വോളിയം ആണ് അല്ലെ. അപ്പൊ വോളിയം തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാൽ ആ ഇക്വേഷൻ ആണ് എന്ത്? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ, ഗിവൺ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാ വരാ? 44.8 ഡിവൈഡഡ് ബൈ 22.4. ഓക്കെ, ഇത് പോയിന്റ് കളയാനായിട്ട് എന്ത് ചെയ്യണം? മുകളിലും താഴെയും തന്നോട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? 448 ഡിവൈഡഡ് ബൈ 224. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യണം? താഴെയുള്ള നമ്പറിന് ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലും മുകളിലുള്ള നമ്പർ ഇട്ട് നോക്കാം. അതായിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ വരുന്നത് 2 മോളാണ് കേട്ടോ. ആൻസർ വരുന്നത് 2 മോളാണ്. ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കാലോ. മാസ് ഈക്വൽ ടു 2 ഇൻറ്റു 46, 92 ഗ്രാം. ഓക്കെ, അപ്പോ 44.8 ലിറ്റർ NO2 എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് എത്രയായിരിക്കും? 92 ഗ്രാം ആയിരിക്കും കേട്ടോ. 92 ഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ഒരു ടേബിൾ ആണ്, ഇതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം, കുറച്ച് സബ്സ്റ്റൻസിന്റെ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാനുണ്ട്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുണ്ട്, മാസ് കണ്ടുപിടിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യത്തെ സബ്സ്റ്റൻസ് ആണ് H2O, വാട്ടർ. വാട്ടറിന്റെ മോൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് എത്ര തന്നിട്ടുണ്ട്? 3 ആണ് തന്നിട്ടുണ്ട്. മാസ് എത്ര തന്നിട്ടുണ്ട്? 54 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. തന്മാത്രകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് into Avogadro number. Number of moles into Avogadro number. അപ്പോൾ ഇവിടെ എത്ര മോൾ ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് എത്ര തന്നിട്ടുണ്ടല്ലോ? 3 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 ഇൻറ്റു, ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എത്ര തന്നിട്ടുണ്ട്? 3 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ ആൻസർ ആയി. 3 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നോക്കാം, അടുത്ത നോക്കിയേ. സബ്സ്റ്റൻസ് CH4 ആണ്. CH4. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര തന്നിട്ടുണ്ട്? 4 ഇൻറ്റു Na, 4 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇത്രയും മോളിക്യൂൾസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. മാസും കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കണം?
നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം. എത്ര തന്മാത്രകളുണ്ട്? 4 × 6.022 × 10⁻23 തന്മാത്രകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഈ N എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ് അല്ലെ. അപ്പോ ഈ 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ 4 മോൾ ആണുള്ളത്. അപ്പൊ ബി ക്വസ്റ്റിന്റെ ആൻസർ 4 ആണ് നമുക്ക് കിട്ടി. ഇനി സി ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം. സി ക്വസ്റ്റ്യൻ വെച്ച് എന്താ? മാസ് കണ്ടുപിടിക്കണം. മാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1 gmm. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമുക്കറിയാം. എത്ര മോൾ ഉണ്ട്? 4. അമോണിയ അല്ല CH4ന്റെ 1 gmm എത്രയാണ്? CH4ന്റെ 1 gmm എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം ഏത് മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ ഏത് മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് ആണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ആ മോളിക്യൂളിന്റെ ഫോർമുല, കെമിക്കൽ ഫോർമുല ആദ്യമേ എഴുതി വെക്കുക. CH4. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം, കാർബണിന്റെ ഒരു കാർബണിന്റെ ആറ്റോമിക മാസ് 12 ആണ്. 12 ഇൻറ്റു നമ്മുടെ ഈ മോളിക്യൂളില് ഒരു കാർബൺ ആണുള്ളത്. അപ്പൊ എന്ത് വരും? 12 ഇൻറ്റു 1 പ്ലസ് ഒരു ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 1 ആണ്. നമ്മുടെ കയ്യിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. കഴിഞ്ഞു. ഓക്കെ, ആദ്യത്തെ ആറ്റത്തിന്റെ ആറ്റോമിക മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം പ്ലസ് അടുത്ത ആറ്റത്തിന്റെ ആറ്റോമിക മാസ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം. രണ്ടും കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. 12 പ്ലസ് 4 ഈക്വൽ ടു 16. ഓക്കെ, അപ്പൊ CH4ന്റെ മോളിക്കുലാർ മാസ് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു GMM എത്രയായിരിക്കും? ഒരു GMM എത്രയായിരിക്കും? ഒന്നുമില്ല, മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം മോളിക്യൂൾ എടുത്താൽ അത് ഒരു GMM-ന് തുല്യമായിരിക്കും. അപ്പൊ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാ വരാ? 16 ഗ്രാം ആണ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. മാസ് ഈക്വൽ ടു 4 ഇൻറ്റു 16. ഓക്കെ, അപ്പൊ 64 ഗ്രാം. അതാണ് ആൻസർ വരാം കേട്ടോ. അടുത്തത് ഡി ക്വസ്റ്റ്യൻ ആണ്. ഡി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ബോർഡ് ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ. ഓക്കെ, ഡി ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമുക്ക് ചെയ്യണ്ടേ. നോക്കാം, സബ്സ്റ്റൻസ് അമോണിയ ആണ്. അമോണിയയിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 × 10⁻23. അത്രയും മോളിക്യൂൾസ് ആണ് ഉള്ളത്. പിന്നെ മാസ് എന്ന് പറയുന്നത് 17 ഗ്രാം ആണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു മോളുള്ള ഏതൊരു വസ്തുവിലും 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. ഇതെന്തിന് ഈക്വൽ ആണ്? ഒരു മോളിന് ഈക്വൽ ആണ് കേട്ടോ. അപ്പോ ഡി ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? 1 മോൾ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? 6.022 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാല് അത് ഒരു മോളിന് ഈക്വൽ ആണ്. അപ്പൊ ഡി ക്വസ്റ്റിന്റെ ആൻസർ ആണ് എന്ത്? 1 മോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Volume of 1 mole of any gas at a constant temperature and pressure is called molar volume. 1 mole ഉള്ള ഏതൊരു വസ്തുവിന്റെയും STP ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ 1 mole ഉള്ള ഏതൊരു വസ്തുവിന്റെയും വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയണോ? The volume of 1 mole of any gas at a constant temperature and pressure is called molar volume. അപ്പൊ താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒരു മോളുള്ള ഏതൊരു വസ്തുവിന്റെയും വോളിയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വോളിയം ഓഫ് 1 mole of gas at STP is dash liter. ഒരു മോളുള്ള ഏതൊരു ഗ്യാസിന്റെയും STPയിലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22.4 ലിറ്റർ ആണ് കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്ത നോക്കാം. Calculate the volume of 92 gram of NO2 gas at STP. STPയിലുള്ള 92 gram NO2ന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക. വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വോളിയം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്
ഇൻറ്റു 22.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മോൾ ഉണ്ടെന്ന്, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു 3 ഇക്വേഷൻ ഉണ്ട്. തന്നിട്ടുള്ളത് എന്താണ്, അത് വെച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ തന്നിട്ടുള്ളത് 92 ഗ്രാം NO2 അല്ലെ, ഒരു മോളിക്യൂളിന്റെ ഗ്രാമിലുള്ള മാസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാല്, ഓക്കെ, ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു തന്മാത്രയുടെ ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് ഒരു ഇക്വേഷനെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണത്? ഗിവൺ മാസ്, തന്നിട്ടുള്ള മാസ്, ഗിവൺ മാസ് അല്ലെങ്കിൽ തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ 1 gmm. തന്നിട്ടുള്ള മാസ് എത്രയാണ്? 92 ഗ്രാം ആണ്. അപ്പൊ 92 ഡിവൈഡഡ് ബൈ 1 gmm എത്രയാ നോക്കിയേ, NO2ന്റെ മോളിക്കുലാർ മാസ് 46 ആണ്. 1 gmm എന്ന് വെച്ചാൽ എത്രയാണ്? ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിന്റെ കൂടെ G എന്ന് എഴുതി എന്താവും? 1 gmm ആവും അല്ലെ. ഇവിടെ 1 gmm എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. ഓക്കെ, അപ്പൊ 46 92 ഡിവൈഡ് ബൈ 46 എത്ര കിട്ടും? ഡിവൈഡ് ചെയ്യുമ്പോ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യില് 2 മോളാണ് ഉള്ളത്. അപ്പൊ നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ? വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ വോളിയം ഈക്വൽ ടു, ആ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാ. വോളിയം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 22.4 ലിറ്റർ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2. 2 ഇൻറ്റു 22.4, 2 ഇൻറ്റു 22.4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44.8 ലിറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ വോളിയം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sample of 360 gram of glucose is given. നമ്മുടെ കയ്യിൽ 360 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്. Find out 1 gmm of glucose. അങ്ങനെയാണെങ്കിൽ 1 gmm എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ബ്രാക്കറ്റിൽ ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് 180 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മോളിക്യൂൾ എടുത്താൽ അത് ഒരു GMM-ന് തുല്യമായിരിക്കും. അപ്പൊ ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ് 180 ആണ്. അപ്പൊ 1 gmm എന്ന് വെച്ചാൽ എത്രയാണ്? 180 ഗ്രാം ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് എന്ത്? 180 ഗ്രാം, 180 ഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഗിവൺ സാമ്പിൾ. തന്നിട്ടുള്ള സാമ്പിളില് എത്ര മോൾ ഉണ്ട്? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മൾ പറഞ്ഞ പോലെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു 3 ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഗ്രാമിലുള്ള മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ബൈ given mass by 1 gmm. given mass എന്ന് വെച്ചാൽ തന്നിട്ടുള്ള മാസ് എത്രയാണ്? 360. അപ്പൊ 360 ഗ്രാം ഡിവൈഡഡ് ബൈ 180 ഗ്രാം. ഓക്കെ, 360 ഡിവൈഡ് ബൈ 180 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 ആണ് കിട്ടുക. അതായത് നമ്മുടെ കയ്യില് 2 മോളാണ് ഉള്ളത്. നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് എത്ര മോളാണ്? 2 മോളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Calculate the number of moles in the given sample. അത് കണ്ടുപിടിച്ചു. അടുത്തത് determine the number of atoms in 360 gram glucose. 360 ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 360 ഗ്രാം ഗ്ലൂക്കോസിൽ എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു ആറ്റം ആണോ? അല്ല, ഒരു മോളിക്യൂൾ ആണ് അല്ലെ. ഡിഫറെന്റ് ആറ്റങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു മോളിക്യൂൾ ആണ് ഗ്ലൂക്കോസ്. അപ്പൊ ഒരു മോളിക്യൂളില് എത്ര ആറ്റം ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമ്മൾ ആദ്യം തന്നെ ഇതിലുള്ള മോളിക്യൂൾസിന്റെ, ഈ സാമ്പിളിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു
6.022 ഇൻറ്റു 10⁻23. ഇത്രയും മോളിക്യൂൾസ് ആണ് നമ്മുടെ ഉള്ളത്. ഇതാണോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? അല്ല, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആറ്റത്തിന്റെ എണ്ണമാണ്. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ആറ്റത്തിന്റെ എണ്ണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട് എന്ന് ചോദിച്ചാല് ആ സാമ്പിളിൽ ആകെ എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആറ്റത്തിന്റെ എണ്ണം നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആറ്റത്തിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ആണെന്ത് C6H12O6 എന്ന് പറഞ്ഞാല് ഇതെന്താണ്? ഇതൊരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ് അല്ലെ? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ ആകെ എത്ര ആറ്റങ്ങളാണുള്ളത്? ഓക്കെ, 6+12+6 എത്രയാണ്? 24. അപ്പൊ നോക്കിയേ, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ ആകെ 24 ആറ്റങ്ങളാണ് ഉള്ളത്. നമ്മുടെ കയ്യില് എത്ര മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ട്? 2 × 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പോ ആകെ എത്ര ആറ്റം ആയിരിക്കും ഉണ്ടാവാ? ഒന്നും കൂടെ നോക്കിയേ, ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിൽ 24 ആറ്റങ്ങളാണ് ഉള്ളത്. നമ്മുടെ കയ്യില് 2 × 6.022 ഇൻറ്റു 10⁻23 ഇത്രയും ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ എത്ര ആറ്റം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ നമ്പർ ഇൻറ്റു 24 ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി 24 ഇൻറ്റു 2 × 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, 24 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 48. അപ്പൊ ആൻസർ എന്താ പറയുക? 48 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. മോളിക്യൂൾസിന്റെ എണ്ണത്തിനോട്, ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണത്തിനോട് ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇൻറ്റു ചെയ്താല് നമുക്ക് ആകെയുള്ള ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. ഓക്കെ ആണോ? അതായത് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ സാമ്പിളിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ എണ്ണത്തിനോട് ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇൻറ്റു ചെയ്താൽ നമുക്ക് ആകെയുള്ള ആറ്റങ്ങളുടെ എണ്ണം കിട്ടും. അത്രേ ഉള്ളൂ, എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കാം. അടുത്ത നോക്കാം. ദ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 44. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 GMM ഓഫ് CO2? ഒരു GMM CO2വിന്റെ മാസ് എത്ര? ഒന്നുമില്ല, മോളിക്കുലാർ മാസ് എത്രയാണോ അതിന്റെ കൂടെ നമ്മൾ എന്ത് നിട്ടാൽ മതി? G നിട്ടാൽ മതി ട്ടാ. അപ്പൊ ആൻസർ എത്ര വന്നു? 44 gram എന്ന് വന്നു. Find the number of GMM in 220 gram of CO2. 220 gram CO2വില് എത്ര GMM ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? നമ്പർ ഓഫ് GMM ഈക്വൽ ടു given mass by GMM. given mass എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ്. given mass എത്രയാണ്? 220. 220 ഡിവൈഡഡ് ബൈ 44. ഓക്കെ, 220 gram ഡിവൈഡഡ് ബൈ 44 gram. എളുപ്പമാണ്. ഡിവൈഡ് ചെയ്യാൻ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? താഴെ നമ്പറിനെ ഏത് നമ്പറോട് ഇൻറ്റു ചെയ്താൽ മുകളിലുള്ള നമ്പർ ഇട്ട് നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ വരുന്നത് 5 GMM ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ 5 GMM CO2 ആണ് ഉള്ളത്. ഇക്വേഷന്റെ മലയാളം എന്താ പറയാ? നമ്പർ ഓഫ് GMM, ഗ്രാം മോളിക്കുലാർ മാസിന്റെ എണ്ണം ഈക്വൽ ടു തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ 1 GMM. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? 220 gram CO2വില് എത്ര GMM ഉണ്ട് അല്ലെ? അപ്പൊ അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് GMM ഈക്വൽ ടു ഗിവൺ മാസ് ബൈ 1 GMM. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 ആണ്. 1 GMM എന്ന് വെച്ചാൽ എത്രയാണ്? 44 ആണ്. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി? 5 GMM കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെറുതെ വീഡിയോ കണ്ടുപോകാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.